ഹായ്. സ്ലീപ്പ് ക്ലിനിക്കിൽ ഏറ്റവും കൂടുതൽ പേഷ്യൻസ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എൻ്റെ സ്നോറിങ് സ്ലീപ്പ് അപ്നിയ കാരണമുള്ള സ്നോറിങ് ആണോ അതോ സാധാരണയുള്ള സ്നോറിങ് ആണോ? നമുക്ക് എല്ലാവർക്കും അറിയാം, മിക്ക ആളുകളും ഉറങ്ങുമ്പോൾ സ്നോറിങ് ഉണ്ടാവും. സ്നോറിങ് ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മളുടെ ശ്വാസം എടുക്കുന്ന സമയത്ത് നമ്മളുടെ ത്രോട്ടിൻ്റെ സോഫ്റ്റ് ടിഷ്യൂവിൽ ഉണ്ടാകുന്ന വൈബ്രേഷൻ കാരണമാണ് സ്നോറിങ് ഉണ്ടാകുന്നത്. ഈ സ്നോറിങ് പ്രശ്നമുള്ള സ്നോറിങ് ഉണ്ട്, പ്രശ്നമില്ലാത്ത സ്നോറിങ് ഉണ്ട്. പ്രശ്നമുള്ള സ്നോറിങ് അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷനാണ് നമ്മൾ സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്നത്. സ്നോറിങ് എപ്പോഴാണ് പ്രശ്നം ഇല്ലാതിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നോർമലി ഉറങ്ങുന്നു, അതിലൊരു വൈബ്രേഷൻ സൗണ്ട് വരുന്നു, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉറക്കത്തിൽ യാതൊരു ഡിസ്റ്റർബൻസും ഇല്ല, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടില്ല, അദ്ദേഹം ചോക്കിംഗ് സെൻസേഷൻ പോലെ കാണിക്കുക, ശ്വാസം എടുക്കാൻ പ്രയാസം കാണിച്ചിട്ട് ഞെട്ടി ഉണരാതിരിക്കുക. അതുപോലെ നെക്സ്റ്റ് ഡേ അദ്ദേഹത്തിന് യാതൊരു ക്ഷീണമോ അദ്ദേഹം ഉറക്കത്തിൻ്റെ ഒരു ടയർഡ്നെസ്സോ ഒന്നുമില്ലാതെ വളരെ ആക്റ്റീവായിട്ട് പോകുന്ന ആളുകൾക്ക് സ്ലീപ്പ് അപ്നിയ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. അതേസമയം കുറച്ചും കൂടി ഒബീസ് ആയിട്ടുള്ള ഒരാളാണ്, അദ്ദേഹത്തിൻ്റെ ഉറക്കത്തിൽ നല്ല ലൗഡ് സ്നോറിംഗ് ഉണ്ട്, ശ്വാസം എടുക്ക് നിന്ന് പോകുന്നുണ്ട്, ചോക്കിംഗ് സെൻസേഷൻ പോലെ വന്ന് അദ്ദേഹം ഉറക്കത്തിൽ നിന്ന് ഉണരുന്നുണ്ട്. ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ സ്ലീപ്പ് ഒരു കംപ്ലീറ്റ്ലി ഡിസ്റ്റർബ്ഡ് സ്ലീപ്പ് ആണ്. അതുകൂടാതെ അദ്ദേഹത്തിന് ഡേ ടൈമിൽ ഒത്തിരി ടയർഡ്നെസ് ഉണ്ട്, സ്ലീപ്പിനെസ്, അതായത് പകൽ സമയം ഉറങ്ങിപ്പോകുന്നുണ്ട്, വണ്ടി ഓടിക്കുമ്പോൾ ഉറങ്ങിപ്പോകുന്നു, ഓഫീസിലിരിക്കുമ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനെയെല്ലാം ഉള്ള സിംറ്റംസ് ഉണ്ട്. അതുകൂടാതെ അദ്ദേഹത്തിന് ഡയബറ്റീസ്, ബ്ലഡ് പ്രഷർ, കാർഡിയാക് പ്രോബ്ലംസ്, ഒബീസിറ്റി ഇതെല്ലാം ഉണ്ടെങ്കിൽ അങ്ങനത്തെ പേഷ്യൻസ് വളരെ സീരിയസ് ആയിട്ട് അതൊരു സ്ലീപ്പ് അപ്നിയ ഇവാലുവേഷന് റെഡി ആവേണ്ടതാണ്. അവർക്ക് നമ്മൾ സ്ലീപ്പ് സ്റ്റഡി ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. താങ്ക് യു.